ഒരുപക്ഷെ കേട്ടിരിക്കും. എന്നാൽ വിവാഹമോചിതരുടെ ക്ഷേത്രങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് അങ്ങ് ജപ്പാനിൽ. 6 നൂറ്റാണ്ടിന്റെ സമ്പന്നമായ പാരമ്പര്യമുള്ള ഈ ക്ഷേത്രം ആ നാടിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായാണ് ഇന്ന് അറിയപ്പെടുന്നത്. ടോക്കേജി ക്ഷേത്രത്തിലെത്തുന്നവരെ കല്ലുപാകിയ വഴിയാണ് ആദ്യം സ്വാഗതം ചെയ്യുക. ഇത് ചെന്നെത്തുന്നത് പ്രധാന വാതിലായ സൺമൺ ഗേറ്റിലേക്കാണ്. ചെറിയ മരങ്ങളുടെ തോട്ടങ്ങൾക്ക് നടുവിലാണ് ഈ മനോഹര ക്ഷേത്രമുള്ളത്. ഇവിടുത്തെ കെട്ടിട നിർമ്മാണത്തിൽ സെൻ ശൈലിയുടെ സ്വാധീനം കാണാനുമാകും. ഇന്ന് ഒരു വിവാഹമോചിത പോലും ഈ പൗരാണിക ബുദ്ധക്ഷേത്രത്തിലില്ല. എങ്കിലും പോയ കാലത്തിലെ ചില യാഥാർത്ഥ്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ പറ്റിയ ചരിത്ര നിർമ്മിതിയായി ഇന്നും ജപ്പാനിലെ വിവാഹമോചിതരുടെ ക്ഷേത്രം നിൽക്കുന്നു. ജപ്പാനിലെ കനഗാവ പ്രവിശ്യയിലെ കമാകുറയിലാണ് മറ്റ് സുഗാവോഗ ടോക്കേജി എന്ന ക്ഷേത്രമുള്ളത്. 1285 ബുദ്ധ സന്യാസിനിയായ കക്കുസൻ ഷിഡോ നിനിയാണ് ഈ ബുദ്ധക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ആദ്യകാലത്ത് സ്ത്രീകൾക്ക് വേണ്ട ആത്മീയ നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു ഈ ബുദ്ധ ആരാധനാലയത്തിന്റെ ലക്ഷ്യം. എന്നാൽ പിന്നീട് മോശം വിവാഹ ബന്ധങ്ങളിൽ പെട്ടുപോയ സ്ത്രീകളുടെ അഭയസ്ഥാനം എന്ന നിലയിൽ പ്രസിദ്ധമാകുകയായിരുന്നു. അക്കാലത്ത് ജപ്പാനിൽ സ്ത്രീകൾക്ക് വിവാഹമോചനത്തിനുള്ള അവകാശമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം സ്ത്രീകൾ പലതരം പീഡനങ്ങൾ സഹിച്ചും ജീവിതം മുന്നോട്ട് നയിക്കാൻ നിർബന്ധിതരായി. ഇതിനിടെ കാലഘട്ടത്തിന്റെ ആവശ്യമായി ടോക്കേജി ക്ഷേത്രം അവതരിക്കുകയായിരുന്നു. ദുഷിച്ച ബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടെത്തുന്ന സ്ത്രീകൾക്ക് അഭയവും സമാധാനവും ജീവിതമാർഗവും നൽകാൻ സാധിച്ചതോടെ ടോക്കേജി വിവാഹമോചിതരുടെ സ്വന്തം ക്ഷേത്രമായി മാറി. വിവാഹമോചനത്തിന്റെ രേഖകൾ ടോക്കേജി ക്ഷേത്രത്തിൽ നിന്നു തന്നെ നൽകുന്ന പതിവും അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീകളെ സുയ്ഫുകു ജി എന്നാണ് ജപ്പാനിൽ അറിയപ്പെട്ടിരുന്നത്. ടോക്കേജി ക്ഷേത്രത്തിലെ വിവാഹമോചന സർട്ടിഫിക്കറ്റ് സ്ത്രീകൾക്ക് മോശം വിവാഹത്തിൽ നിന്നുള്ള വിവാഹമോചന പത്രമായും മാറി.